ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഈ ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കി നോക്കുന്നത്, അതായത് തൊപ്പൊക്കി, അതായത് റൈസ് കേക്ക്സ്. ഇത് ബേസിക്കലി ഒരു കൊറിയൻ ഡിഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ പാക്കറ്റ് ഓൾറെഡി പൊട്ടിച്ചിട്ട് ആ റൈസ് കേക്ക്സ് കഴുകി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ആ പാക്കറ്റ് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. സോ അപ്പം ഇന്നത്തെ മെയിൻ ഐറ്റം ഇതാണ്. നമുക്കിത് പല രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് ഗോചുൻജോങ് എന്ന് പറഞ്ഞിട്ട് കൊറിയൻ തന്നെയുള്ള ഒരു ചില്ലി പേസ്റ്റാണ്. സോ ഇതാണ് ഐറ്റം. എൻ്റെ സിസ്റ്റർ പുറത്താണ് പഠിക്കുന്നത്, അവൾ കൊറിയയിലാണ്. സോ അവൾ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പേസ്റ്റാണിത്. എനിക്ക് തോന്നുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പം അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പേസ്റ്റാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് അത് മാത്രം എടുക്കാം. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ പേസ്റ്റും റൈസ് കേക്ക്സും വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. കണ്ടോ, ആ കളറ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിന് ഭയങ്കര എരിവാണെന്നൊക്കെ. പക്ഷേ ഇല്ല കേട്ടോ, ആ കാണുന്ന ആ ഒരു എരിവൊന്നും ഇല്ല അതിന് ഭയങ്കര മധുരമാണ് ആക്ച്വലി. അപ്പോൾ അവർ കഴിക്കുമ്പോഴും നമ്മൾ ഓർക്കും അയ്യോ ഇതിന് ഇത്രയും എരിവുണ്ടോ എന്നൊക്കെ. ലൈക്ക് അവരുടെ വ്ളോഗ്സും അവിടുത്തെ ഷോയൊക്കെ കാണുന്നവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര എരിവുള്ള പോലെ തോന്നും. പക്ഷേ ഈ പേസ്റ്റിന് ആ കാണുന്ന ആ കളറേ ഉള്ളൂ കേട്ടോ, എരിവില്ല. അപ്പം എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ തൽക്കാലം ഇപ്പം ഈ പേസ്റ്റും ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് വേറെ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതായത് രാമയോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പവും ഈ റൈസ് കേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ഓർത്തു നമുക്ക് 2 ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം ഈ ഒരു ടൈപ്പിൽ മാത്രം ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പാക്കറ്റിൻ്റെ പുറത്ത് ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റും ഇത് കുതിരാൻ വെക്കണം വെള്ളത്തിൽ. അങ്ങനെ അത് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് നമുക്ക് എക്സ്ട്രാ ഐറ്റംസ് ആഡ് ചെയ്യാം. ലൈക്ക് ഒനിയൻസ് ആഡ് ചെയ്യാം, സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യാം. പിന്നെ കൊറിയൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഫിഷ് കേക്ക് എന്നൊരു ഐറ്റം ഉണ്ട് അവിടെ, അത് റാഡിഷ്, അങ്ങനത്തെ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഈ പറഞ്ഞേക്കുന്ന പേസ്റ്റ് അല്ലെങ്കിൽ സോയാ സോസൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ റൈസ് കേക്ക് ആഡ് ചെയ്യുക. റൈസ് കേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു ചൂയി ടെക്സ്ചർ വരുമല്ലോ, അത് വരുന്നോടം വരെ അതവിടെ കിടന്ന് തിളയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ആദ്യമേ 10 മിനിറ്റത്തേക്കൊന്ന് കുതിരാൻ വയ്ക്കാം. അത് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാനൊക്കെ വെച്ചിട്ട് അതിനെ നമ്മുടേതായ രീതിക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. സോ ഇത് 10 മിനിറ്റ് വെച്ച് കുതിർന്നിട്ടുണ്ട് അത്യാവശ്യം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഇവിടെ ഞാനിപ്പം എക്സ്ട്രാ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആ റൈസ് കേക്ക് തന്നെ അങ്ങ് ഇട്ട് പിന്നെ നമ്മുടെ പേസ്റ്റും ഇട്ടിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാമെന്ന് ഓർത്തു. പിന്നെ എന്താ ചെയ്യുക, കളറ് കുറവായിരിക്കും മേ ബി, അതുകൊണ്ട് ഞാൻ ഒന്ന് കാശ്മീരി ചില്ലിയും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി തിളച്ച വെള്ളമാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്, അതാകുമ്പം ഒത്തിരി ടൈം എടുക്കില്ലല്ലോ. ഒരു 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കുകയാണെങ്കിൽ പിന്നെ അത് തിളച്ച് വരാൻ വലിയ സമയം എടുക്കില്ല. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് നമ്മുടെ റൈസ് കേക്ക്സ് തന്നെ അങ്ങോട്ട് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ആ പേസ്റ്റ്, ഗോചുൻജോങ് എന്ന് പറഞ്ഞ ആ പേസ്റ്റും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒത്തിരി വേണ്ടാത്ത ഐറ്റമാണ്. ഓൾറെഡി അതൊരു ചൂയി ടെക്സ്ചറാണ് ഇതിന്. പിന്നെ ഞങ്ങളും കഴിഞ്ഞ വർഷം കൊറിയ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ തന്നെ ട്രഡീഷണൽ റൈസ് കേക്ക് അല്ലെങ്കിൽ തൊപ്പൊക്കി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് എങ്ങനെ വരുമെന്നുള്ളത് നമുക്കറിയില്ല, ഇവിടുത്തെ ഓൺലൈൻ മേടിച്ചതാണല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം ഒരു സ്പൂൺ ഞാൻ ഓൾറെഡി ഒഴിച്ചു. കളർ അങ്ങനെ വലിയ കാര്യമായിട്ട് വരുന്നില്ല. ഞാനൊരു സ്പൂണും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആ കളറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതാകുമ്പം എരിവില്ലാത്ത ഐറ്റമാണ്. എരിവ് വേണ്ടവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചില്ലി നമ്മുടെ തന്നെ മുളക് പൊടി യൂസ് ചെയ്യാം. അതല്ല, ഇത് മതി, ഒരു ചെറിയ മധുരവും ആ ഒരു ഫ്ലേവർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഐറ്റം ആവുന്നതിന് മുമ്പ് ഞാൻ പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചു. ചോപ്പ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, ചോപ്പ് സ്റ്റിക്കും ഒരു ഫോർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലേറ്റ് ഞാൻ യോയോസോ എന്ന് പറഞ്ഞ ലുലു മോളിലെ ഒരു ജാപ്പനീസ് സ്റ്റോറാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതും ഓഫറിന് കിട്ടിയതാണെന്ന് തോന്നുന്നു, 99 90 സോ ആ ഒരു പ്ലേറ്റൊക്കെ ഞാൻ ആകുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മുടെ ഐറ്റം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ റൈസ് കേക്ക്സിൻ്റെ സൈസും കുറച്ച് വലുതായി. അതായത് ആ തിളച്ച് വരുമ്പം അത് ആ ചൂയി ടെക്സ്ചർ ആയി എന്ന് കാണിക്കുന്നതാണത്. എനിക്ക് തോന്നുന്നു ഇനി ഇത് മതി, കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്തെടുക്കാം. ഇനിയും തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു വരും, അല്ലെങ്കിൽ ഒട്ടിപ്പോകും. ഇപ്പം തന്നെ അടിയിൽ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം ഇനിയും തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പും എല്ലാം മൊത്തത്തിൽ മാറും. നമുക്കിനി അത് ലേറ്റാക്കാതെ തന്നെ നമുക്ക് സെർവ് ചെയ്തെടുക്കാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫൈനലി നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയാണ്. ഞാൻ വെറുതെ ഒരു രസത്തിനാണ് കേട്ടോ ആ ഫോർക്കും ചോപ്പ് സ്റ്റിക്കോടെ വെച്ചേക്കുന്നത്. രണ്ടും വെച്ച് ഒന്ന് കഴിച്ച് നോക്കാം എന്നുള്ള രീതിക്ക്. പക്ഷേ എനിക്ക് ആ ഫ്ലേവർ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു വട്ടം ജസ്റ്റ് ട്രിപ്പ് പോലെ കൊറിയയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ട്രഡീഷണലായിട്ട് അവിടെ ഉണ്ടാക്കുന്നത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ്. ആ റൈസ് കേക്കിനായാലും ഒരു ഫ്ലേവർ ഉണ്ട്. അവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്ട്രാ കുറേ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ. നമ്മളിവിടെ ഇപ്പോൾ ജസ്റ്റ് റൈസ് കേക്കും ആ ഒരു പേസ്റ്റ് മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പേസ്റ്റിൻ്റെ ഫ്ലേവർ അല്ല എനിക്കിഷ്ടപ്പെടാത്ത. ആ ഒരു റൈസ് കേക്കിന് ഭയങ്കര പുളി ഉണ്ടായിരുന്നു. അതെന്തിനാണ് ആ പുളി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കഴിച്ച് നോക്കുന്തോറും എനിക്ക് ആ പുളി ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ പേസ്റ്റ് മാത്രം കഴിക്കുമ്പം അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാം അതിന് മധുരം ഒരു ഫ്ലേവറാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ റൈസ് കേക്കിന് ഭയങ്കര പുളി. പക്ഷേ ഞാൻ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി, അതിലൊന്നും വ്യത്യാസമില്ല. ഇനി ഓൺലൈനിൽ മേടിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതാണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിച്ച് നോക്കുമ്പോഴാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ആ ഒരു ഭയങ്കര പുളി ആ ഒരു റൈസ് കേക്കിന്. പിന്നെ ഭയങ്കര കെമിക്കൽ സ്മെല്ലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല. പിന്നെ വെറുതെ ഒരു രസത്തിന് ഞാൻ ചോപ്പ് സ്റ്റിക്കും കൂടി ട്രൈ ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.